ഈ ആഴ്ചയിലെ നിഫ്റ്റിയിലെ എക്സ്പയറിയിൽ എടുത്തൊരു ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ആണിത്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാനൊരു നോൺ ഡയറക്ഷണൽ ഓപ്ഷൻ സെല്ലിംഗ് പൊസിഷനാണ് മിക്കവാറും എൻ്റർ ചെയ്യാറുള്ളത്. അയൺ കോണ്ടോർ പൊസിഷനിലോ അല്ലെങ്കിൽ ഷോർട്ട് സ്ട്രാങ്കിൾ പൊസിഷൻസിലോ ഒക്കെയാണ് ഞാൻ സ്ഥിരമായിട്ട് എൻ്റർ ചെയ്യാറുള്ളത്. അതായത് ഞാൻ മാർക്കറ്റിനെ ഒരു നോൺ ഡയറക്ഷണൽ വേയിലാണ് അപ്രോച്ച് ചെയ്യാറുള്ളത്. ദെൻ അവിടുന്ന് മാർക്കറ്റ് ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഡയറക്ഷണൽ വ്യൂ കൂടെ എടുത്തിട്ട് അങ്ങനെ ട്രേഡിനെ അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. എന്നാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് നിഫ്റ്റിയിലാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. മൺഡേ നിഫ്റ്റിയുടെ എക്സ്പയറി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ട്യൂസ്ഡേക്കുള്ള നിഫ്റ്റിയുടെ എക്സ്പയറിയിലേക്കാണ് എൻ്റർ ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ അതിൻ്റെ ഇടയിൽ മാർക്കറ്റ് ഓഫ് വരുന്നുണ്ട്. മൺഡേ ഈവനിങ് ആണ് ട്രേഡിൽ എൻ്റർ ചെയ്യുന്നത്. ദെൻ ട്യൂസ്ഡേ മുഹൂർത്ത ട്രേഡിംഗ് മാത്രമാണുള്ളത്. ദെൻ അത് കഴിഞ്ഞിട്ട് വെനസ്ഡേ മാർക്കറ്റ് ഓഫാണ്. ദെൻ ഒരു തേഴ്സ്ഡേ ഫ്രൈഡേ ഈവനിങ് ആവുന്നതോട് കൂടിയിട്ടൊക്കെ ട്രേഡിന് എക്സിറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. വീക്കെൻഡ് ഹോൾഡ് ചെയ്യാതെ മാക്സിമം വീക്ക് ഡേയ്സിൽ മാത്രം ട്രേഡ് വെച്ചിട്ട് ഇരിക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു നോൺ ഡയറക്ഷണൽ വ്യൂവിലേക്ക് പോകുന്ന എൻ്റെ ട്രേഡ് ഇപ്പോൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണ്. നിഫ്റ്റിയുടെ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ് ഞാനിവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ട് ഒരു അപ് ട്രെൻഡിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ അപ് ട്രെൻഡ് മാർക്കറ്റിൽ നമുക്കൊരു നോൺ ഡയറക്ഷണൽ വ്യൂവിലേക്ക് പോകേണ്ട ഒരു ഡയറക്ഷണൽ വ്യൂ എടുക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊരു ഓപ്ഷൻ റൈറ്റർ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ സെല്ലർ ആയതുകൊണ്ട് തന്നെ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാനായിട്ട് പോകുന്നില്ല, മറിച്ച് ഒരു പുട്ട് മാത്രം സെല്ല് ചെയ്യണം. കോളിന് ഒന്നാമത് പ്രീമിയംസ് വളരെ കുറവാണ്, ഫാർ അവേക്ക് പ്രീമിയം വളരെ കുറവാണ്. ദെൻ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത് കുറച്ച് റിസ്കി ആകും എന്നുള്ളത് കൊണ്ട് പുട്ട് സെല്ല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ബുൾ പുട്ട് സ്പ്രെഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പോകുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം ഡിഫറൻസ് വളരെ കുറവാണ്. അതായത് നമ്മളൊരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നു, അതിനെ ഹെഡ്ജ് കൂടെ ചെയ്യുന്ന സമയത്ത് പ്രീമിയം ഡിഫറൻസ് വളരെ കുറവാണ്. നിങ്ങൾക്കത് സ്ട്രാറ്റജി ബിൽഡർ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനപ്പോൾ സ്ട്രാറ്റജി ബിൽഡർ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 28-ാം തീയതി എക്സ്പയറിയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. കോളിലുള്ള പ്രീമിയം വളരെ കുറവാണ്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മൺഡേ ഈവനിങ് ട്രേഡിൽ എൻ്റർ ചെയ്തു. ദെൻ നെക്സ്റ്റ് ഡേ ആണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രീമിയം ഓൾമോസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ കോളിൽ പ്രീമിയം കുറവ്, കോൾ സൈഡിൽ എൻ്റർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് പുട്ട് മാത്രം സെല്ല് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലുള്ള പുട്ടിൻ്റെ ഓപ്ഷൻ പ്രീമിയം നോക്കുന്ന സമയത്ത് പുട്ടിൽ അത്യാവശ്യം പ്രീമിയം ഉണ്ട്. ബട്ട് പുട്ടിനെ ഹെഡ്ജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹെഡ്ജിൻ്റെ പ്രീമിയം കൂടെ പോകുന്ന സമയത്ത് നമുക്കൊരു ഹെഡ്ജ് ബെനിഫിറ്റ് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരും. ഹെഡ്ജ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഞാൻ സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി അല്ല, ഒരു ഫാർ OTM ആണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് നെയ്ക്കഡ് ആയിട്ടൊരു പുട്ട് സെല്ല് ചെയ്യുക, ഒരു ഷോർട്ട് പുട്ട് ട്രേഡിൽ എൻ്റർ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷോർട്ട് പുട്ടിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ റിസ്കി ഉണ്ട്. മാർക്കറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ നിയർ ഔട്ട് ഓഫ് ദ മണിയിലല്ല സെല്ല് ചെയ്യുന്നത്, മാക്സിമം ഫാർ അവേ പോയിട്ട് സെല്ല് ചെയ്യാം. ഈവൺ ഒരു ഗ്യാപ്പ് ഡൗൺ ഒന്നും വന്നു കഴിഞ്ഞാലും നമ്മുടെ പൊസിഷൻ എഫക്റ്റ് ചെയ്യാത്ത വിധത്തിലുള്ള ഒരു പുട്ട്. അപ്പോൾ നമ്മളൊരു പുട്ട് സെല്ല് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നെയ്ക്കഡ് ആയിട്ടൊരു പുട്ട് സെല്ല് ചെയ്യല്ല, വ്യക്തമായിട്ടുള്ള ട്രേഡിംഗ് പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് പുട്ട് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു 5 രൂപയുടെ പുട്ട് സെല്ല് ചെയ്യുക എന്ന് പറയുമ്പോൾ 24,500 നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഫാർ അവേ ആണ്. 24,500 പുട്ട് ഓപ്ഷനാണ് ഞാൻ സെല്ല് ചെയ്തത്. 24,500 സെല്ല് ചെയ്യുന്ന സമയത്ത് അറൗണ്ട് 5 റുപ്പീസാണ് പ്രീമിയം ഉണ്ടായിരുന്നത്. ഇപ്പോൾ 4.9 ആയിട്ടുണ്ട്. ഞാനവിടെ 5 റുപ്പീസ് എനിക്ക് പ്രീമിയം കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്കിൽ എത്രയാണ് അവിടെ ക്യാപിറ്റൽ ഡിപ്ലോയ്മെൻറ്റ് വരിക, അതുപോലെ തന്നെ എങ്ങനെയാണ് ആ പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഞാനൊരു 5 റുപ്പീസിൽ അവിടെ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 5 റുപ്പീസിൽ ഞാൻ ഈ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത സമയത്ത് ട്രേഡിൻ്റെ സമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന എമൗണ്ട് അറൗണ്ട് 1.3 ലാക്ക് റുപ്പീസാണ്. 1.3 ലാക്ക് റുപ്പീസ് വേണം ഒരു ലോട്ടിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. കിട്ടുന്ന പ്രോഫിറ്റ് ആണെങ്കിലോ ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റലിന് പുറത്ത് 0.3%. ഒരു വീക്ക് മൊത്തം ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു മൺഡേ എൻ്റർ ചെയ്യുന്നു, 2 ദിവസം മാർക്കറ്റ് ഇല്ല, ദെൻ വ്യാഴം വെള്ളി ആഴ്ചയോട് കൂടിയിട്ട് എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഒരു 0.3 നിയർ 0.3ൻ്റെ അടുത്ത് പ്രോഫിറ്റ് എടുത്തിട്ട് എക്സിറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ് 99%. ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ ഒരു കോൾ സൈഡിലേക്ക് ഒരു ട്രേഡിലേക്ക് പോകാതെ പുട്ട് മാത്രം സെല്ല് ചെയ്തിട്ട്, അപ്പോൾ പുട്ട് മാത്രം നെയ്ക്കഡായിട്ട് സെല്ല് ചെയ്യുന്ന സമയത്ത് റിസ്ക് ആണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും. നമ്മുടെ ബ്രേക്ക് ഈവൺ പോയിന്റ് കണ്ടോ, 5.2%. കറന്റ് സ്പോട്ട് പ്രൈസിൽ നിന്ന് 5.2% ഡൗൺ ആയിട്ടുള്ള പ്രീമിയമാണ് സെല്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് 1%, 2%, ഈവൻ 3% ഗ്യാപ്പ് ഡൗൺ വന്നു കഴിഞ്ഞാൽ പോലും എസ്കേപ്പ് ആവാൻ പറ്റും. നമ്മൾ കാൽക്കുലേറ്റഡ് ലോസിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തിലാണ് അത്രയും താഴെയുള്ളൊരു പുട്ട് നെയ്ക്കഡായിട്ട് സെല്ല് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, പേ ഓഫ് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ കണ്ടോ, എവിടെ നമ്മൾ സെല്ല് ചെയ്ത ഭാഗത്തുനിന്ന് ആരും അധികമൊന്നും
ഓപ്ഷൻ കോൺട്രാക്റ്റുകളില്ല. മാക്സിമം ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ്. പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രേഡിൽ 99% സക്സസ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള ട്രേഡാണ്. നെയ്ക്കഡായിട്ട് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റലിന് പുറത്തൊരു 0.3% പ്രോഫിറ്റ് വരുന്നുണ്ട്. ഒരു 2 ദിവസം കൊണ്ട് ഒരു 0.3 0.25 ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്തിട്ട് മാറാം. അല്ലെങ്കിൽ ഒരു ഫ്രൈഡേ ഈവനിങ്ങോ മാക്സിമം പോയ മൺഡേ മോർണിംഗ് അതിന് മുമ്പ് തന്നെ മാക്സിമം പ്രോഫിറ്റ് എടുത്ത് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ നെയ്ക്കഡായിട്ട് സെല്ല് ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മൾ റിസ്കിനെ മാനേജ് ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് ഡേ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇന്ന് പിന്നെ മുഹൂർത്ത് ട്രേഡിംഗ് ഉണ്ട്. അപ്പോൾ മുഹൂർത്ത് ട്രേഡിങ്ങിൻ്റെ സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. ദെൻ വെനസ്ഡേ മാർക്കറ്റ് ഓഫാണ്. ദെൻ തേഴ്സ്ഡേയും ഫ്രൈഡേ മാക്സിമം പോയ ഒരു ഫ്രൈഡേ ഈവനിങ്ങിൽ എക്സിറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു, മാക്സിമം പ്രോഫിറ്റ് എടുത്തിട്ട്. കാരണം അത്രയും ഫാർ അവേ ഉള്ള പുട്ട് ഓപ്ഷനാണ് സെല്ല് ചെയ്തിട്ടുള്ളത്. സോ മാക്സിമം ഇതെടുത്തിട്ട് പിന്നെ എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ഗ്രാഫിൽ കാണിക്കുകയാണെങ്കിൽ 24,500ൻ്റെ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാന്ന് പറയുമ്പോൾ അതാ ഇവിടെ വരും. അപ്പോൾ 2-3 ദിവസം കൊണ്ട് മാർക്കറ്റിന് എത്ര നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാലും ഇങ്ങനെ ഡൗൺ ആവാനുള്ള സാധ്യത ഒന്നുമില്ലല്ലോ. അങ്ങനെ ഡൗൺ ആവുന്ന സമയത്ത് പതിയെ നമുക്ക് പൊസിഷനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാനിവിടെ ഫോളോ ചെയ്യുന്ന ഒരു റിസ്ക് റിവാർഡ് എന്ന് പറയുമ്പോൾ 2:1 ആണ്. ഞാനിവിടെ 2 രൂപ റിസ്ക് ചെയ്യുന്ന സമയത്ത് 1 രൂപയാണ് പ്രോഫിറ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് എൻ്റെ പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ് 99% ആയതുകൊണ്ട് ഒരു 2:1 റിസ്ക് റിവാർഡ് എടുത്തു കഴിഞ്ഞാലും ഓക്കെ ആണ്. സോ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ വളരെ സേഫ് ആയിക്കൊണ്ട് ക്യാപിറ്റലിൻ്റെ പുറത്ത് സംതിങ് റിട്ടേൺ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് പേഴ്സണലി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. യെസ്, അപ്പോൾ മുഹൂർത്ത് ട്രേഡിംഗ് ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റൊക്കെ ഒരു ബുള്ളി സെറ്റപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. സോ ഗ്യാപ്പ് അപ്പിലായതുകൊണ്ട് തന്നെ നമ്മുടെ പൊസിഷനൊക്കെ സേഫ് ആയിരിക്കും. ദെൻ 1 അവർ ട്രേഡിംഗ് സെഷനേ ഉണ്ടാവുന്നുള്ളൂ. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 24,940 മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നമ്മൾ സെല്ല് ചെയ്ത പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം ഇപ്പോൾ 3.8 എത്തിയിട്ടുണ്ട്. അറൗണ്ട് 1.2 റുപ്പീസ് ഡൗൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ബുള്ളിഷ് ആണ്. സോ പൊസിഷനൊക്കെ സേഫാണ്. ദെൻ 1 അവർ മാത്രമേ ഇന്നത്തെ ട്രേഡിംഗ് അവർ ഉണ്ടാവുള്ളൂ. ദെൻ നാളെ മാർക്കറ്റ് ഓഫാണ്. ദെൻ തേഴ്സ്ഡേ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് 2 ദിവസത്തെ ടൈം DK കൂടെ കിട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ആയിരിക്കും. അതിൻ്റെ ഇടയിൽ മാർക്കറ്റ് ഡൗൺ ആവാനുള്ള സിറ്റുവേഷൻ ആസ് ഓഫ് നൗ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പൊസിഷൻ നമുക്ക് ഈ സെയിം പൊസിഷൻ തന്നെ ഹോൾഡ് ചെയ്ത് ഇരിക്കാം. അപ്പോൾ മുഹൂർത്ത് ട്രേഡിംഗ് ചൊവ്വാഴ്ച അവസാനിച്ച് കഴിഞ്ഞാൽ വെനസ്ഡേ മാർക്കറ്റ് ഇല്ല. ദെൻ മാർക്കറ്റ് ബുള്ളിഷാണ്, പൊസിഷൻ സേഫാണ്. അപ്പോൾ മാക്സിമം ഫുൾ എമൗണ്ട് നമ്മൾ പുട്ട് സൈഡിൽ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തതിനെ കുറിച്ചിട്ടോ മറ്റോ ആലോചിക്കാം. ആസ് ഓഫ് നോ പൊസിഷൻ വളരെ സേഫാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്തതിന് ശേഷം ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയും കഴിഞ്ഞ് വീക്കെൻഡും കഴിഞ്ഞ് തിങ്കളും കഴിഞ്ഞ് ചൊവ്വ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ എക്സ്പയറി ഡേ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ എക്സ്പയറിയിലേക്ക് ഒരു ദിവസത്തെ ദൂരം കൂടെ മാത്രം ബാക്കിയുള്ളൂ. നമ്മുടെ പ്രീമിയം മാക്സിമം മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എക്സ്പയറി വരെ ഹോൾഡ് ചെയ്യേണ്ടി വന്നു. സോ ഇന്ന് എന്തായാലും ഈ പൊസിഷൻ എക്സിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഒന്നുകിൽ എക്സ്പയർ ആവും അല്ലെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യണം. എക്സ്പയറി ഡേയിൽ മാർജിനും ഇൻക്രീസ് വരും. സോ അറൗണ്ട് പ്രീമിയം ഇപ്പോൾ 1 രൂപയുടെ താഴത്തോട്ട് എത്തിയിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. ദെൻ എക്സിറ്റ് ചെയ്തിട്ട് പുതിയൊരു പൊസിഷനിലേക്ക് കയറാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡിപ്ലോയ് ചെയ്ത ക്യാപിറ്റലിന് പുറത്ത് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിട്ടേൺ കിട്ടി. കുറച്ച് സ്ലോവിലാണെന്നുണ്ടെങ്കിലും വളരെ സേഫായി കൊണ്ട് റിട്ടേൺ എടുക്കാനായിട്ട് പറ്റി. ഇനി ഇന്നത്തെ കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ സെൻസെക്സിൻ്റെ ഒരു എക്സ്പയറിയിലേക്ക്, വ്യാഴാഴ്ച എക്സ്പയർ ആകുന്ന സെൻസെക്സിൻ്റെ എക്സ്പയറിയിലേക്ക് ഒരു എൻട്രി കയറാം. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.